ഈ നോം എന്ന് പറയുന്നത് is a function from X to R. Okay. Such that ആ ഫംഗ്ഷൻ ഈ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഫംഗ്ഷനെ നാം നോം എന്ന് വിളിക്കും. എന്തൊക്കെയാണ് 3 കണ്ടീഷൻസ് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, ക്യാപിറ്റൽ എക്സിലെ ഏത് 2 എലമെന്റ്സ് സ്മോൾ എഫ് സ്മോൾ ജി എടുത്താലും നോം ഓഫ് എഫ് പ്ലസ് ജി, പിന്നെ നോം എന്നാണ് വായിക്കുക, നോം ഓഫ് എഫ് പ്ലസ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി. അത് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ പോസിറ്റീവ് ഹോമോജിനിറ്റി. പോസിറ്റീവ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സിലെ ഏതൊരു എലമെന്റും ആവാം, ആൽഫ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആവാം. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് ആൽഫ എഫ് ഈസ് ഈക്വൽ ടു മോഡ് ആൽഫ ഇൻറ്റു നോം എഫ് ആവും. ആ കണ്ടീഷനെ പോസിറ്റീവ് ഹോമോജിനിറ്റി എന്നാണ് പറയുക. ദെൻ ദ തേർഡ് കണ്ടീഷൻ, നോൺ നെഗറ്റിവിറ്റി. നോം എഫ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ആക്ച്വലി എക്സിൽ നിന്ന് ആർ പ്ലസിലേക്കാണ്. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ്, ആർ പ്ലസ് യൂണിയൻ 0യിലേക്ക് എന്ന് വേണമെങ്കിൽ അതിന് മനസ്സിലാക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ആ കണ്ടീഷൻ ഇവിടെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എക്സിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0. റിമെമ്പർ, എക്സ് എന്ന് പറയുന്ന ഒരു ലീനിയർ സ്പേസ് ആണ്. അപ്പൊ ഇവിടെ ഈ എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ആ ലീനിയർ സ്പേസിലെ ഐഡന്റിറ്റി എലമെന്റ് 0 ആണ്. ഇവിടുത്തെ ഈ നോം എഫ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ 0 എന്ന് പറയുന്നത് റിയൽ നമ്പർ 0 ആണ്. കാരണം നോം ഏതൊരു എലമെന്റിന്റെ നോം എടുത്താലും ഒരു റിയൽ നമ്പർ ആണ് കിട്ടും. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നാം നോം എന്ന് പറയുന്നത്. ലീനിയർ സ്പേസിലാണ് നമ്മൾ നോം ഡിഫൈൻ ചെയ്യുക. ലീനിയർ സ്പേസ് എന്ന് പറഞ്ഞാൽ വെക്ടർ സ്പേസ് തന്നെ. ആ വെക്ടർ സ്പേസിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷനെയാണ് നാം നോം എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് നോം എന്ന് വിളിക്കുന്നത്? ഈ 3 കണ്ടീഷൻസ് ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നാം നോം എന്ന് വിളിക്കുന്നത്. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി, പോസിറ്റീവ് ഹോമോജിനിറ്റി ആൻഡ് നോൺ നെഗറ്റിവിറ്റി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നോമിന് ഉദാഹരണം എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ലീനിയർ സ്പേസ് ആയിട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് തന്നെ എടുക്കുക. എന്നിട്ട് നോം ഓഫ് സ്മോൾ എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. ആക്ച്വലി ഇതിന്റെ ഒരു ജനറലൈസേഷൻ ആണ് ഈ നോം എന്ന് പറയുന്നത്. നമുക്കറിയാം, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആർ ആയിട്ട് എടുക്കുന്നു, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതൊരു ലീനിയർ സ്പേസ് ആണെന്ന് നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് അറിയാം. ഈ ഫംഗ്ഷൻ മോഡ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ഒരു നോം ആണ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം മോഡ് എക്സ് പ്ലസ് വൈ, നോം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിനിഷൻ പ്രകാരം മോഡ് എക്സ് പ്ലസ് വൈ. നമുക്കറിയാം റിയൽ നമ്പേഴ്സിന്റെ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രകാരം മോഡ് എക്സ് പ്ലസ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഫോർ എവരി എക്സ് കോമ വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആൽഫ ഏത് റിയൽ നമ്പർ ആണെങ്കിലും മോഡ് ആൽഫ എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ആൽഫ ഇൻറ്റു മോഡ് എക്സ് ആണ്. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നോം എക്സ് ആണല്ലോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത പ്രകാരം. അപ്പോൾ പോസിറ്റീവ് ഹോമോജിനിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. തീർച്ചയായിട്ടും മോഡ് എക്സ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. മാത്രമല്ല മോഡ് എക്സ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് എക്സ് ഈക്വൽ ടു 0 ആണ്. മോഡ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ദ ലീനിയർ സ്പേസ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും നോം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷനുമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു നോം ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ എക്സ് എന്ന് പറയുന്നത് ദ ലീനിയർ സ്പേസ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. എന്നിട്ട് നമ്മൾ ഒരു സെഡ് എക്സിൽ നിന്ന് എടുത്തിട്ട് നോം സെഡ് ഈക്വൽ ടു മോഡ് സെഡ് എന്ന് ഡിഫൈൻ ചെയ്യൂ. അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ തന്നെ. അതും ഒരു നോം ആണ് എന്ന് കാണാൻ കഴിയും. കാരണം നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കാര്യത്തിൽ Z1 Z2 എന്നിങ്ങനെ 2 എലമെന്റ്സ് എടുത്താൽ നോം Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ മോഡ് Z1 പ്ലസ് Z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 ആണെന്ന് അറിയാം ബൈ ദ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതുപോലെ ആൽഫ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ നോം ഓഫ് ആൽഫ സെഡ് എന്ന് പറഞ്ഞാൽ
മോഡുലസ് ആൽഫ ഇൻറ്റു നോം സെഡ് ആണ്. നോം ഓഫ് ആൽഫ സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ആൽഫ സെഡ് എന്നാണ്. മോഡുലസ് ആൽഫ സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ആൽഫ ഇൻറ്റു മോഡുലസ് സെഡ് എന്നാണ്. മോഡുലസ് സെഡ് എന്ന് പറഞ്ഞാൽ നോം സെഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ഹോമോജനിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ മോഡ് സെഡ് തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. മോഡ് സെഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ തീർച്ചയായിട്ടും സെഡ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ സെഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് സെഡ് ഈക്വൽ ടു 0. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള ലീനിയർ സ്പേസസിന് എക്സാമ്പിൾസ് ആണ്. നോംഡ് ലീനിയർ സ്പേസസിന്. നോംഡ് ലീനിയർ സ്പേസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീനിയർ സ്പേസിൽ ഒരു നോം കൂടി ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോംഡ് ലീനിയർ സ്പേസ്. So by a normed linear space, what we mean is that it is a linear space together with a norm on it. അപ്പോ എക്സിലുള്ള എക്സ് എന്ന് പറയുന്ന ലീനിയർ സ്പേസിലുള്ള നോം ആണ് നോം എങ്കിൽ നമ്മൾ ഈ എക്സിലുള്ള ഒരു എലമെന്റിനെ, ഇവിടെ ഫംഗ്ഷൻ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, നമ്മളിവിടെ കൂടുതൽ എക്സാമ്പിൾസും എക്സ് ഫംഗ്ഷൻസ് ഉൾക്കൊള്ളുന്ന ലീനിയർ സ്പേസിന്റെ നമ്മുടെ ക്യാപിറ്റൽ എൽ പി സ്പേസുകളൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് അവിടെ ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ജനറലി ഒരു എലമെന്റ് എന്ന് പറയാം, ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ എലമെന്റ്സ് ഫംഗ്ഷൻസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ആറും സിയും ഒക്കെ എടുക്കുമ്പോൾ ഫംഗ്ഷൻസ് അല്ലല്ലോ, നമ്പേഴ്സ് ആണല്ലോ. എനിവേ ഒരു എലമെന്റ് യൂണിറ്റ് എലമെന്റ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ യൂണിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ നോം 1 ആവണം. ഇപ്പോ റിയൽ നമ്പേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ 1ഉം -1ഉം അത്തരത്തിൽപ്പെട്ട എലമെന്റ്സ് ആണ്. ഈ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ നോം ആയിട്ട് ഡിഫൈൻ ചെയ്ത 1ഉം -1ഉം യൂണിറ്റ് ഫംഗ്ഷൻസ് ആണ് അല്ലെങ്കിൽ യൂണിറ്റ് എലമെന്റ്സ് ആണ്, നോം 1 ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറയാം. അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം യൂണിറ്റ് സർക്കിളിലുള്ള മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ആണല്ലോ. അതിലുള്ള എല്ലാ എലമെന്റ്സും ഇപ്പൊ 1 ആവാം, -1 ആവാം, i ആവാം, -i ആവാം, അങ്ങനെ ധാരാളം അൺകൗണ്ടബിളി മെനി എലമെന്റ്സ് ഉണ്ട് യൂണിറ്റ് സർക്കിളിൽ. അവരെല്ലാം നമുക്ക് യൂണിറ്റ് ഫംഗ്ഷൻസ്, യൂണിറ്റ് എലമെന്റ്സ്, യൂണിറ്റ് സ്ഫിയറിലെ എലമെന്റ്സ് എന്നൊക്കെയാണ് ജനറലി പറയേണ്ടത്. ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പ്രയോഗം കൊടുത്തേക്കുന്നു എന്നുള്ളത് മാത്രം. ഇപ്പൊ നമ്മളൊരു നോൺ സീറോ എലമെന്റ് എഫ് എടുത്താൽ, ലീനിയർ സ്പേസ് എക്സിൽ നിന്ന് ഏതൊരു നോൺ സീറോ എലമെന്റ് എഫ് എടുത്താലും ആ എഫിനെ നോം എഫ് കൊണ്ട്, എഫ് നോൺ സീറോ ആണെങ്കിൽ നോം എഫ് ഒരു നോൺ സീറോ റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ എഫ് ബൈ നോം എഫ് എന്ന് പറഞ്ഞാൽ 1 ബൈ നോം എഫ് എന്ന സ്കേലാർ കൊണ്ട് എഫിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അർത്ഥം. അതാണ് എഫ് ബൈ നോം എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത്. 1 ബൈ നോം എഫ് എന്ന സ്കേലാർ കൊണ്ട് എഫിനെ സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുക. ലീനിയർ സ്പേസ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വാലിഡ് ആണ്. അപ്പൊ ഈ എലമെന്റിനെ ജി എന്ന് വിളിക്കുകയാണെങ്കിൽ, ഇപ്പൊ ജി എന്ന് പറയുന്നത് 1 ബൈ നോം എഫ് എന്ന സ്കേലാർ കൊണ്ട് എഫിനെ മൾട്ടിപ്ലൈ, അതിനെയാണ് ഈ എഫ് ബൈ നോം എഫ് എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നോം ജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോം ഓഫ് 1 ബൈ നോം എഫ് എഫ് എന്ന് വരും. അപ്പൊ ഈ 1 ബൈ നോം എഫ് എന്ന് പറയുന്നത് ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ നോമിന്റെ ഡെഫിനിഷനിൽ പോസിറ്റീവ് ഹോമോജിനിറ്റി പ്രകാരം ഈ 1 ബൈ നോം എഫ് അത് ആൽഫ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ആൽഫ. 1 ബൈ നോം എഫ് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പൊ മോഡുലസ് ആൽഫ എന്ന് പറയുന്നതും ആൽഫ എന്ന് പറയുന്നതും സെയിം ആണ് ഇൻറ്റു നോം എഫ്. ഈ 1 ബൈ നോം എഫിനെ ആൽഫ എന്ന് വിളിച്ചാൽ മോഡുലസ് ആൽഫ ഇൻറ്റു നോം എഫ്. പക്ഷെ മോഡുലസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ നോം എഫ് ഇൻറ്റു നോം എഫ്. നോക്കൂ, നോം എഫ് എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പർ ആണ്, 1 ബൈ നോം എഫ് എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പർ ആണ്. അപ്പൊ എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 1. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എഫ് എക്സ് എന്ന് പറയുന്ന ലീനിയർ സ്പേസിലെ ഒരു നോൺ സീറോ എലമെന്റ് ആണെങ്കിൽ എഫ് ബൈ നോം എഫ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എഫ് ബൈ നോം എഫിന്റെ നോം 1 ആയിരിക്കും. അതിനെയാണ് എഫിന്റെ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. ഈ നോമിന്റെ ഡെഫിനിഷൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സർ, ഞങ്ങൾ റെയ്മാൻ ഇന്റഗ്രൽ പഠിക്കുമ്പോൾ നോം വെച്ചിട്ടായിരുന്നു പഠിച്ചത്. ഓക്കെ. അത് പക്ഷേ അതൊരു സ്പെസിഫിക് എക്സാമ്പിൾ ആണ് നോമിന്റെ. കറക്റ്റ് ആണ്. ഫംഗ്ഷൻസിന്റെ നോം അല്ലേ പറഞ്ഞത്? അത് നോം എഫ് എൻ മൈനസ് എഫ് എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അത് ഒരു നോമിന് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ. അത്ര എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പിന്നീട് നമ്മുടെ പഠനങ്ങളിൽ വരും. അല്ലാതെ ആസച്ച് അവിടെ പക്ഷേ വെക്ടർ സ്പേസിലുള്ള നോം എന്നൊന്നല്ലോ പറഞ്ഞത്, ഒരു ഫംഗ്ഷന്റെ നോം എന്നല്ലേ പറഞ്ഞേ? പാർട്ടീഷൻ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ഫംഗ്ഷന്റെ മാത്രം.
പാർട്ടീഷൻ കണ്ടുപിടിച്ചിട്ടല്ലെന്ന് തോന്നുന്നു. ഫംഗ്ഷന്റെ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്നായിരിക്കും. നോം FN മൈനസ് യൂണിഫോം നോം അല്ലേ ഈ പറയുന്നത്? ഓ, നിങ്ങൾ പറയുന്ന നോം എന്ന് പറയുന്നത് അത് വേറെ നോമാ. പാർട്ടീഷന്റെ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് സബ് ലാർജസ്റ്റ് സബ് ഇന്റർവെലിന്റെ ലെങ്തിനെയാണ് പറയുന്നത് അല്ലേ? Am I right? തോന്നുന്നു സർ. ഞങ്ങൾ പാർട്ടീഷൻ വെച്ചിട്ട് വേറെ ആരും എന്താ പറഞ്ഞേ? പാർട്ടീഷൻ വെച്ചിട്ടുള്ളത്, അതായത് റീമാൻ ഇന്റഗ്രൽ പഠിച്ചിട്ടുള്ളതല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അത് ഈ നോമല്ല. റീമാൻ ഇന്റഗ്രൽ പഠിക്കുമ്പോൾ പറയുന്ന നോം ഈ നോമല്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ യൂണിഫോം കണ്ടിന്യൂറ്റി പഠിക്കുമ്പോൾ ഒരു നോമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യൂണിഫോം നോം എന്ന് പറയുന്നത് അത് ആക്ച്വലി ഈ നോമിനുള്ള ഒരു സ്പെസിഫിക് എക്സാമ്പിൾ. എനിവേ, അപ്പൊ നിങ്ങൾ നോം എന്താണെന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ എ നോം ഓൺ എ ലീനിയർ സ്പേസ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ലീനിയർ സ്പേസിൽ ആണ് നമ്മളൊരു നോം ഡിഫൈൻ ചെയ്യുന്നത്. ആ ലീനിയർ സ്പേസും ആ നോമും കൂടി ചേർന്നുള്ളതിനെ നമ്മൾ നോംഡ് ലീനിയർ സ്പേസ് എന്നാണ് പറയുന്നത്. എന്താണ് നോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ആണ്. എക്സിൽ നിന്ന്, എക്സ് എന്ന ലീനിയർ സ്പേസിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലാണ് അതിനെ നാം നോം എന്ന് വിളിക്കുന്നത്. 2 സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. കൂടാതെ ഈ എക്സാമ്പിളുകൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാപിറ്റൽ LP സ്പേസുകൾ ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റിക്ക് ക്യാപിറ്റൽ LP സ്പേസുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടായി. അപ്പൊ അതിനകത്ത് P ഈക്വൽ ടു 1 ആവുമ്പോൾ, അപ്പൊ ക്യാപിറ്റൽ LP സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ക്യാപിറ്റൽ LP സ്പേസ്? ക്യാപിറ്റൽ LP സ്പേസിലെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വലൻസ് ക്ലാസ് F ആണ്, സച്ച് ദാറ്റ് ഇന്റഗ്രൽ ഓഫ് മോഡ് F പവർ P ഓവർ E എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവണം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു ഈക്വലൻസ് ക്ലാസ് F എന്നുള്ളതിന് പകരം നമ്മൾ സിംപ്ലി F എന്ന് മാത്രമേ ഇനി പറയൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഇന്റഗ്രൽ മോഡ് F പവർ P ഓവർ E എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉൾക്കൊള്ളുന്ന സ്പേസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ LP സ്പേസ് എന്ന് പറയുന്നത്. അത്തരം ക്യാപിറ്റൽ LP സ്പേസുകൾ ലീനിയർ സ്പേസ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഇൻഫിനിറ്റി. റിമെമ്പർ, P ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ക്യാപിറ്റൽ L ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ L ഇൻഫിനിറ്റി ഓഫ് E എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസസ് F സച്ച് ദാറ്റ് F ഈസ് എസെൻഷ്യലി ബൗണ്ടഡ് ഓൺ E എന്നാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ P ഈക്വൽ ടു 1 ആവുന്ന കേസാണ് ആദ്യം പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ L1E എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം L1E is equal to set of all F. ഈക്വലൻസ് ക്ലാസ് F എന്നാണ് വേണ്ടത്. തൽക്കാലം ഞാൻ ഈക്വലൻസ് ക്ലാസ് F എന്നുള്ളത് ഉപേക്ഷിക്കുന്നു. ഈക്വലൻസ് ക്ലാസ് Fന് പകരം F എന്ന് മാത്രമേ എഴുതൂ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ F എന്തായിരിക്കണം? F ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് F എന്നാണ് നമുക്ക് വേണ്ടത്. യഥാർത്ഥത്തിൽ വേണ്ടത് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് L1E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസ് F ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് F equivalent such that integral over E mod F is finite. ഇതാണ് യഥാർത്ഥത്തിൽ L1E എന്നുള്ളതിൽ വേണ്ടത്. അപ്പൊ തൽക്കാലം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. L1E എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാർ എഫുകള് വേറെ ഈ സ്ക്രിപ്റ്റ് F ഈക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈക്വലന്റ് ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ഈക്വലന്റ് ക്ലാസ് ആണല്ലോ. ഈ സ്ക്രിപ്റ്റ് Fൽ ആരൊക്കെയാ ഉള്ളത്? സ്ക്രിപ്റ്റ് F എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെഷറബിൾ എക്സ്റ്റെൻഡഡ്, അതെ, മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. മാത്രമല്ല ഇന്റഗ്രൽ ഓവർ ഈ മോഡ് F എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. നമുക്കറിയാം, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് അറിയാം. പക്ഷെ നമ്മൾ എഴുതാനും പറയാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്കറിയാം ഇവിടെ F എന്ന് മാത്രം എഴുതി അത് ആക്ച്വലി F അല്ല, ഈക്വലൻസ് ക്ലാസ് F ആണെന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. ആ ഡെഫിനിഷൻസ് ഒക്കെ വെൽ ഡിഫൈൻഡ് ആണ് എന്നുള്ള ബോധ്യമൊക്കെ നമ്മളുണ്ട്. ആ ബോധ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. അപ്പൊ അതാണ് L1E എന്ന് പറഞ്ഞാൽ. ഈ L1E ഒരു ലീനിയർ സ്പേസ് ആണ്. ഈ ലീനിയർ സ്പേസിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. നോം 1 L1E ആയതുകൊണ്ടാണ് അത് സഫിക്സ് 1 ആയിട്ട് എഴുതുന്നു.
അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ എന്നാണ്. ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പൊ അതൊരു റിയൽ നമ്പർ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് വെൽ ഡിഫൈൻഡ്നെസ്സിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് ഒരു നോം ആണ് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ക്യാപിറ്റൽ L1E എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ സ്പേസ് ആണ് എന്ന് നമുക്കറിയാം. അവിടെ നാം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, അതിനെ നോം 1 എന്നാണ് വിളിക്കുന്നത്, നോം 1 ഓഫ് എഫ്. ശരിക്കും ഇതിന് നോം 1 ഓഫ് ഈക്വലൻസ് ക്ലാസ് എഫ് എന്നൊക്കെ വേണം. പക്ഷെ നമുക്ക് ആ നൊട്ടേഷൻ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. സോ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇത് നോം ആണെന്ന് തെളിയിക്കണം. നോം ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വെൽ ഡിഫൈൻഡ് ആണ്. അത് തീർച്ചയായിട്ടും L1E നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു മാപ്പ് ആണ്. അപ്പൊ ആ പ്രശ്നങ്ങളില്ല. ഇനി നമുക്ക് 3 കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, പോസിറ്റീവ് ഹോമോജിനിറ്റി, അതുപോലെ നോൺ നെഗറ്റിവിറ്റി. ഈ 3 കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇത് ഒരു നോം ആണ്, L1E നോം ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ എഫും ജിയും L1E രണ്ട് എലമെന്റ്സ് ആണെങ്കിൽ, റിമെമ്പർ ഈ സ്ക്രിപ്റ്റ് എഫിലുള്ള ഒരു കാര്യം കൂടി പറയേണ്ടതാണ്. എഫ് ഈസ് എ മെഷറബിൾ ഫംഗ്ഷൻ, എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ. അതാണ് സ്ക്രിപ്റ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ക്രിപ്റ്റ് എഫിൽ ഒരു എലമെന്റ് ആണ് സ്മോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, വിച്ച് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആണ്. അപ്പോ ദാ ഇവിടെ എഫും ജിയും L1E ഉണ്ടെന്ന് പറഞ്ഞാൽ എഫും ജിയും ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആണ്. നമുക്കറിയാം മോഡ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രകാരം നമുക്ക് ഫൈനൈറ്റ് നമ്പേഴ്സിന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ ഈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഒക്കെ നമ്മൾ പറയുന്നത്. മോഡ് എഫ് പ്ലസ് ജി നമുക്ക് മോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി ഓൾമോസ്റ്റ് എവ്രിവെയർ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷന്റെ ലെബേഗ് ഇന്റഗ്രേഷന്റെ മോണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പ്ലസ് ജി ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പ്ലസ് മോഡ് ജി ഓവർ ഇ എന്ന് കിട്ടും. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ കാര്യം മോഡ് എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി ആയതുകൊണ്ട് ഇന്റഗ്രേഷന്റെ മോണോട്ടോണിസിറ്റി പ്രകാരം ദാ ഇത് കിട്ടും. ഇനി ഇന്റഗ്രേഷന്റെ ലീനിയാരിറ്റി പ്രകാരം ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പ്ലസ് മോഡ് ജി ഓവർ ഇ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ പ്ലസ് ഇന്റഗ്രൽ ഓഫ് മോഡ് ജി ഓവർ ഇ എന്ന് കിട്ടും. നോക്കൂ, ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പ്ലസ് ജി ഓവർ ഇ എന്ന് പറയുന്നതാണ് എഫ് പ്ലസ് ജിയുടെ വൺ നോം. എഫ് പ്ലസ് ജിയുടെ നോം നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. എഫിന്റെ നോം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ ആണ്. അപ്പൊ എഫ് പ്ലസ് ജിയുടെ നോം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പ്ലസ് ജി ആണ്. അപ്പൊ അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഈ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് എന്ന് പറഞ്ഞാൽ നോം എഫ് ആണ്, ഇന്റഗ്രൽ ഓഫ് മോഡ് ജി എന്ന് പറഞ്ഞാൽ നോം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ശരിയാണ് എന്ന് മനസ്സിലായി. ഓക്കെ ആണോ അത്? ദെൻ അടുത്തത് നമുക്ക് വേണ്ടത് വളരെ ഇത് ക്ലിയർലി പോസിറ്റീവ്ലി ഹോമോജിനിയസ് ആണെന്നാണ് പറയുന്നത്. നോക്കാം, ദാ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ദാ നോം ആൽഫ എഫ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം ഇന്റഗ്രൽ ഓഫ് മോഡ് ആൽഫ എഫ് ഓവർ ഇ. മോഡ് ആൽഫ എഫ് എന്ന് പറഞ്ഞാൽ മോഡ് ആൽഫ മോഡ് എഫ് ആണ്. നമുക്ക് ഇന്റഗ്രേഷന്റെ ലീനിയാരിറ്റി പ്രകാരം മോഡ് ആൽഫ നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ മോഡ് ആൽഫ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് എന്ന് കിട്ടും. അതായത് മോഡ് ആൽഫ ഇൻറ്റു നോം 1 ഓഫ് എഫ്. അതാണ് ക്ലിയർലി ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ഹോമോജിനിയസ്. രണ്ടാമത്തെ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് നോൺ നെഗറ്റിവിറ്റി ആണ്. ഒരു കാര്യം വളരെ ഒബ്വിയസ് ആണ്. നോക്കൂ, ഈ നോം എഫ് എങ്ങനെയാ ഡിഫൈൻ ചെയ്തേക്കുന്നത്? മോഡ് എഫിന്റെ ഇന്റഗ്രൽ ആണ്. മോഡ് എഫ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ ഓവർ ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ തീർച്ചയായിട്ടും ഈ നോം എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്തൊക്കെ നമുക്ക് വേണ്ടേ? നോം എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വേണം. നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0 എന്ന് വേണം. അപ്പൊ തീർച്ചയായിട്ടും നോം എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി അടുത്തത് വളരെ ഒബ്വിയസ് ആണ്. നോം എഫ് ഇതാണ് നോം എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നോം എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഇവിടെ നോം 1 എന്ന് വേണം കേട്ടോ. ശരിക്കും നോം 1 എഫ് എന്നാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്. നോം 1 എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഈക്വൽ ടു 0. നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഓവർ ഈ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്നാണ്. തിരിച്ചും നോം എഫിന്റെ ഇന്റഗ്രൽ 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ്
mod fന്റെ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു 0 if and only if mod f equal to 0 almost everywhere on it. mod f equal to 0 almost everywhere ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f equal to 0 almost everywhere on it. f equal to 0 almost everywhere എന്ന് പറഞ്ഞാൽ ഈക്വലൻസ് ക്ലാസ് f equal to ഈക്വലൻസ് ക്ലാസ് 0 എന്നാണ് അർത്ഥം. അങ്ങനെയാണല്ലോ നമ്മൾ L1 ഈക്വലൻസ് റിലേഷൻ ഒക്കെ സ്ക്രിപ്റ്റ് എഫിൽ നമ്മൾ ഈക്വലൻസ് റിലേഷൻ പറയണത് അങ്ങനെയാണ്. ഈക്വലൻസ് റിലേഷൻ സ്ഥാപിച്ചിട്ടാണ് കറസ്പോണ്ടിങ് ഈക്വലൻസ് ക്ലാസസിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഫ് ഈക്വലന്റ് എന്നൊക്കെ ഡിനോട്ട് ചെയ്തത്. അപ്പൊ f equal to 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ആണെന്ന് പറഞ്ഞാൽ f ഈസ് ഈക്വലന്റ് ടു 0 എന്നാണ് അർത്ഥം. f ഈസ് ഈക്വലന്റ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലൻസ് ക്ലാസ് f equal to ഈക്വലൻസ് ക്ലാസ് 0 എന്നാണ് അർത്ഥം. ഈക്വലൻസ് ക്ലാസിനെ നമ്മൾ ഈക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കുന്നില്ല, ഫംഗ്ഷന്റെ പേരിൽ മാത്രം വിളിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? f equal to 0. അപ്പൊ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് L1e എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണെന്ന്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഫൈനലി if f belongs to L1e, norm 1f equal to 0. അങ്ങനെയാണെങ്കിൽ norm 1f equal to 0 ആണെങ്കിൽ f equal to 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കിട്ടും. കാരണം norm 1f എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് f ഓവർ e എന്നാണ്. ഇന്റഗ്രൽ ഓഫ് മോഡ് f ഓവർ e equal to 0 എന്ന് പറഞ്ഞാൽ f equal to 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്നാണ്. അതിനർത്ഥം ഈക്വലൻസ് ക്ലാസ് f എന്ന് പറയുന്നത് ഈക്വലൻസ് ക്ലാസ് 0 ആണെന്നാണ്. ഈക്വലൻസ് ക്ലാസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ L1e 0 എലമെന്റ്, ആ ലീനിയർ സ്പേസിലെ 0 എലമെന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? f equal to 0. അപ്പൊ L1e എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസിന് എക്സാമ്പിൾ ആണ്. Is that okay? Okay, sir. Now another example is L infinity. The normed. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ L infinity e എന്താണെന്ന് പറഞ്ഞിരുന്നു. L infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലൻസ് ക്ലാസ് f L infinity ഒരു എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈക്വലൻസ് ക്ലാസ് f സ്ക്രിപ്റ്റ് f ഈക്വലന്റിൽ ഒരു എലമെന്റ് ആണ്, സച്ച് ദാറ്റ് f എസെൻഷ്യലി ബൗണ്ടഡ് ആണ്. എന്താണ് f എസെൻഷ്യലി ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം? there is an essential upper bound m for f on e. എപ്പോഴാണ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എഫിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണെന്ന് പറയുന്നത്? if mod f is less than or equal to capital M almost everywhere on e. അപ്പോ എഫ് L ഇൻഫിനിറ്റി ഇയിലെ ഒരു എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ഈക്വലൻസ് ക്ലാസ് നമ്മൾ പറയുന്നില്ല, എഫ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എഫ് L ഇൻഫിനിറ്റി ഇയിലെ ഒരു എലമെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എസെൻഷ്യലി ബൗണ്ടഡ് ആണ് എന്നാണ് അർത്ഥം. അതായത് എഫിന് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ എഫിന്റെ സാധ്യമായ എല്ലാ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളും കൺസിഡർ ചെയ്തിട്ട്, ഈ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളെല്ലാം നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ സാധ്യമായ എല്ലാ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളും കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഇൻഫിമം എടുക്കുക. ആ ഇൻഫിമത്തിനെ നാം എസെൻഷ്യൽ സുപ്രീമം ഓഫ് എഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ എഫിന്റെ എസെൻഷ്യൽ സുപ്രീമം എന്ന് പറഞ്ഞാൽ എഫ് L ഇൻഫിനിറ്റി ഇയിലെ ഒരു എലമെന്റ് ആണെന്ന് കരുതുക. അതിനർത്ഥം എഫിന് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഉണ്ട് എന്നാണ്. എഫ് എസെൻഷ്യലി ബൗണ്ടഡ് ആണെന്നാണ് അതിനർത്ഥം. അതിന്റെ ഫലമായിട്ട് എഫിനൊരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ നോം എഫ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഫിമം ഓഫ് എം. ഈ എം ആരാണ്? സച്ച് ദാറ്റ് എം ഈസ് ആൻ essential upper bound of f. അതിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻഫിമം ഉണ്ടായിരിക്കും. കാരണം ഈ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ബിലോ ആണ്, ബൗണ്ടഡ് ബിലോ ബൈ 0. കാരണം എമ്മുകളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെന്ന് കിട്ടും. ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെല്ലാം തന്നെ ഇൻഫിമം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത് L ഇൻഫിനിറ്റി ഇയിലുള്ള ഒരു എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എസെൻഷ്യൽ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. അപ്പോ L ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു ലീനിയർ സ്പേസ് ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു. എഫ് L ഇൻഫിനിറ്റി ഇയിലാണെങ്കിൽ അതിന് എസെൻഷ്യൽ സുപ്രീമം ഉണ്ടാകും എന്ന് നമ്മൾ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നു. എന്താണ് എസെൻഷ്യൽ സുപ്രീമം? എസെൻഷ്യൽ സുപ്രീമം എന്ന് പറഞ്ഞാൽ എഫിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമം. നമ്മൾ പറയുന്നത് നമുക്ക് ഇതൊരു നോം ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ സുപ്രീമം ഓഫ് എഫ് എന്ന് ഡിഫൈൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ L ഇൻഫിനിറ്റി ഈ ഒരു നോംഡ് ലീനിയർ സ്പേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിവിടെ തെളിയിച്ചിട്ടുണ്ട്.
നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എന്നുള്ളത്. L infinity E യെ കുറിച്ചാണ് സംസാരിക്കുന്നത്. For f belongs to L infinity E, we define norm f infinity as the infimum of all essential upper bounds of f. And what we claim is that this is a norm on L infinity. ഈ norm f ഇൻഫിനിറ്റിയെ എഫിന്റെ എസെൻഷ്യൽ സുപ്രീമം എന്ന് വിളിക്കുന്നു. ഇത് ഒരു നോം ആണ് എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ആണ് തെളിയിക്കേണ്ടത്. അപ്പൊ എഫും ജിയും എൽ ഇൻഫിനിറ്റിയിൽ ഉണ്ടെന്ന് എടുക്കുക. ഈക്വലൻസ് ക്ലാസ്സുകളാണ്, ഈക്വലൻസ് ക്ലാസ് നൊട്ടേഷൻ ഒക്കെ ഉപയോഗിക്കുന്നില്ല, അത് ഉപേക്ഷിക്കുന്നു. ആൽഫ റിയൽ നമ്പർ ആണെന്ന് എടുക്കുന്നു. നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് നോം എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് നോം ഇൻഫിനിറ്റി എന്നാണ് അതിന്റെ നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി എന്ന് തെളിയിക്കലാണ് നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഈ എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത് ആക്ച്വലി എഫിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. എസെൻഷ്യൽ സുപ്രീമം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ, അതായത് എഫിന്റെ എസെൻഷ്യൽ സുപ്രീമം എന്ന് പറഞ്ഞാൽ എഫിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമാണ്. ആ ഇൻഫിമം വാല്യൂ എന്ന് പറയുന്നത് അത് ഇറ്റ്സെൽഫ് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം തെളിയിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് norm f infinity is an essential upper bound for f in E. അതായത് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എഫിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് എന്ന് വിളിക്കണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്നാണ്. അപ്പൊ നോം എഫ് ഇൻഫിനിറ്റി എന്നുള്ളത് എഫിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്നാണ്. അതായത് ഒരു മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റുകളിലും, ബാക്കി എല്ലാ എക്സുകളിലും മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് നോം എഫ് ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തെളിയിക്കാൻ പോകുന്നത് എസെൻഷ്യൽ സുപ്രീമം ഈസ് ഇറ്റ്സെൽഫ് ആൻ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഫോർ എഫ് ഇൻ ഇ എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് തെളിയിക്കേണ്ടത് മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്നാണ്. അതായത് നമുക്ക് തെളിയിക്കേണ്ടത് there is a set E dash of measure 0 such that for every x belongs to E minus E dash mod f of x is less than or equal to norm f infinity എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, ഓക്കെ സർ. ഡെഫിനിഷൻ പ്രകാരം എസെൻഷ്യൽ സുപ്രീമം, അതായത് നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് essential upper bounds for f, infimum of m where m is an essential upper bound for f. അതാണ് ഡെഫിനിഷൻ പ്രകാരം എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പറും ആയിക്കൊള്ളട്ടെ, നമുക്ക് ഈ നോം എഫ് ഇൻഫിനിറ്റിയേക്കാൾ വലുതായിരിക്കും നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n എന്ന് പറയുന്നത്. കാരണം നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആണല്ലോ, അതിനേക്കാൾ വലുതായിരിക്കും നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഇൻഫിമത്തിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് പറയുന്ന പോലെ നമുക്ക് there exists an essential upper bound m for f such that norm f infinity is less than or equal to m less than norm f infinity plus 1/n എന്ന് പറയാൻ കാരണം എന്താ? ഈ നോം എഫ് ഇൻഫിനിറ്റിയേക്കാൾ വലിയൊരു നമ്പർ ആണ് നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n. നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമമാണ്. എല്ലാ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളും അഥവാ നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n വലുതോ തുല്യമോ ആയിരുന്നുവെങ്കിൽ ആ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമവും നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n വലുതോ തുല്യമോ ആകുമായിരുന്നു. പക്ഷേ ഈ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമം എന്ന് പറയുന്നത് നോം എഫ് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് എങ്കിലും നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n ചെറുതാവുന്ന തരത്തിൽ, അതേസമയം നോം എഫ് ഇൻഫിനിറ്റിയേക്കാൾ വലുതോ തുല്യമോ ആകുന്ന തരത്തിൽ ഉണ്ടാകും. ഇത് നമ്മൾ പലപ്പോഴും ഇൻഫിമത്തിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഓക്കെ സർ. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റി? നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n എന്ന് പറയുന്നത് എഫിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. കാരണം എം എന്ന് പറയുന്നത് എഫിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണല്ലോ. എം എന്ന് പറയുന്നത് എഫിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണെങ്കിൽ മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്നാണ്.
ഈ ക്യാപിറ്റൽ എം ലെസ് ദാൻ നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n അല്ലേ? അപ്പൊ നമുക്ക് മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n എന്ന് പറയുന്നത് എഫിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ്. അതിനർത്ഥം എന്താ? ഒരു മെഷർ 0 ആയിട്ടുള്ള സെറ്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും എഫ് ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ മെഷർ 0 ആയിട്ടുള്ള സെറ്റിനെ നമുക്ക് ഇ എൻ എന്നുള്ള നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് ഇ എൻ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n എഫിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണെന്ന് പറഞ്ഞാൽ മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്നാണ് അർത്ഥം. അതായത് there exists a subset En of E with measure 0 such that mod f of x is less than or equal to that particular essential upper bound. അതായത് norm f infinity plus 1/n for every x belongs to E minus En. എന്നിട്ട് ഇത്തരം ഇഎന്നുകളുടെയൊക്കെ യൂണിയൻ എടുക്കുക, അതിനെ ഇ ഇൻഫിനിറ്റി എന്ന് വിളിക്കുക. അപ്പൊ എല്ലാ ഇഎന്നുകളും ഇ ഇൻഫിനിറ്റിയുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇ ഇൻഫിനിറ്റിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഓരോ ഇ എന്നിന്റെയും സബ്സെറ്റ് ആയിരിക്കും. ഓരോ ഇ എന്നിന്റെ കോംപ്ലിമെന്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇ മൈനസ് ഇ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇ മൈനസ് ഇ എന്നിന്റെ സബ്സെറ്റ് ആയിരിക്കും ഫോർ എവ്രി എൻ. കാരണം ഇ എൻ സബ്സെറ്റ് ഇ ഇൻഫിനിറ്റി ഫോർ എവ്രി എൻ. Therefore, ഇ ഇൻഫിനിറ്റി കോംപ്ലിമെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇ ആണ് ഞാൻ ഈ പറയുന്നത്. അതാണ് ഇ മൈനസ് ഇ ഇൻഫിനിറ്റി എന്ന് എഴുതുന്നത്. അപ്പോൾ മാത്രമല്ല മെഷർ ഓഫ് ഇ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മെഷർ ഓഫ് യൂണിയൻ എൻ ഈക്വൽ ടു 1 to infinity എൻ ആണ്. മെഷറിന്റെ സബ് അഡിറ്റിവിറ്റി പ്രകാരം ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് ഇ എൻ. പക്ഷേ എല്ലാ ഇ എന്നുകളുടെയും മെഷർ 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ മെഷർ ഓഫ് ഇ ഇൻഫിനിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷെ മെഷർ ഓഫ് ഇ ഇൻഫിനിറ്റി ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആവാൻ കഴിയില്ല. അപ്പൊ മെഷർ ഓഫ് ഇ ഇൻഫിനിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു 0. മാത്രമല്ല ഇ മൈനസ് ഇ ഇൻഫിനിറ്റി കണ്ടെയ്ൻഡ് ഇൻ ഇ മൈനസ് ഇ എൻ ആണ്. അതുകൊണ്ട് നമ്മളൊരു എക്സ് ഇ മൈനസ് ഇ ഇൻഫിനിറ്റിയിൽ എടുത്താൽ അതിനർത്ഥം എക്സ് ഇ മൈനസ് ഇ എന്നിലുണ്ട് ഫോർ എവ്രി എൻ. അതായത് എക്സ് ഇ മൈനസ് ഇ വണ്ണിലുണ്ട്, എക്സ് ഇ മൈനസ് ഇ ടുവിലുണ്ട്, എക്സ് ഇ മൈനസ് ഇ ത്രീയിലുണ്ട്, എക്സെട്ര. എക്സ് ഇ മൈനസ് ഇ വണ്ണിലുണ്ടെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1. എക്സ് ഇ മൈനസ് ഇ ടുവിലുണ്ടെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/2. അങ്ങനെ എല്ലാ ഇ മൈനസ് ഇ എന്നുകളിലും എക്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 1/n ഫോർ എവ്രി എൻ എന്ന് കിട്ടും. Because if you choose any x belongs to e minus e infinity and you let n tends to infinity, this is true for every n. So by letting n tends to infinity, mod f of x എന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. mod f of x അങ്ങനെ നിൽക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് 0 എന്ന് വരും. ബൈ ലെറ്റിംഗ് n tends to infinity 1/n 0യിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? mod f of x is less than or equal to norm f infinity for every x belongs to e minus e infinity, and also you get that measure of e infinity is equal to 0. അതായത് മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും mod f of x less than or equal to the number norm f infinity. ഇതിനെ m എന്ന് വിളിച്ചാൽ അതിനർത്ഥം ഈ m എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്നാണ് ഇതിനർത്ഥം. മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഈ എസെൻഷ്യൽ അപ്പർ ബൗണ്ടിനെ ഡെഫിനിഷൻ പ്രകാരം അത് എല്ലാ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെയും ഇൻഫിമം എന്നാണ് പറഞ്ഞതെങ്കിലും എല്ലാ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെയും മിനിമം എന്ന് പറയുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ സ്മോളസ്റ്റ് എസെൻഷ്യൽ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. ദാറ്റ് ഇറ്റ്സെൽഫ് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആവണം. അപ്പൊ ഡെഫിനിഷൻ പ്രകാരം നമുക്കത് വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല. ഇൻഫിമം ഓഫ് ഓൾ എസെൻഷ്യൽ അപ്പർ ബൗണ്ട്സിനെ നമ്മൾ എസെൻഷ്യൽ സുപ്രീമത്തിന്റെ ഡെഫിനേഷനിൽ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്തേ? എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ എസെൻഷ്യൽ അപ്പർ ബൗണ്ട്. അപ്പൊ കൂട്ടത്തില് ഏറ്റവും ചെറിയ എസെൻഷ്യൽ അപ്പർ ബൗണ്ടിനെയാണ് നാം എസെൻഷ്യൽ സുപ്രീമം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇതാണ് അതിന്റെ പ്രൂഫിലെ ഒരു പ്രധാന ഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. Is that okay? സർ ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ
നമുക്കറിയാം ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രകാരം മോഡ് എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി ആണ്. ഈ മോഡ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ. അതാണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത്. മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ. അതുപോലെ മോഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ. അതുകൊണ്ട് മോഡ് എഫ് പ്ലസ് മോഡ് ജി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് നോം ജി ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മോഡ് എഫ് പ്ലസ് ജി is less than or equal to the number nom f infinity plus nom g infinity almost everywhere ആണ്. അതായത് nom f infinity plus nom g infinity എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. പക്ഷേ എഫ് പ്ലസ് ജിയുടെ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഏറ്റവും ചെറിയ ആളാണ് നോം എഫ് പ്ലസ് ജി ഇൻഫിനിറ്റി. അപ്പോ എഫ് പ്ലസ് ജി എന്നതിന്റെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് ഈ റൈറ്റ് സൈഡിലുള്ള നമ്പർ. ആ റൈറ്റ് സൈഡിലുള്ള നമ്പറിനേക്കാൾ ചെറുതായിരിക്കും എഫ് പ്ലസ് ജിയുടെ എസെൻഷ്യൽ സുപ്രീമം. ലീസ്റ്റ് എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നോം എഫ് പ്ലസ് ഇതിൽ നിന്ന് കിട്ടുന്നത് നോം എഫ് ഇൻഫിനിറ്റി പ്ലസ് നോം ജി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എഫ് പ്ലസ് ജിയുടെ ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടും. അതുകൊണ്ട് എസെൻഷ്യൽ സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ പ്രകാരം നോം എഫ് പ്ലസ് ജി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനേക്കാൾ ചെറുതായിരിക്കും. കാരണം നോം എഫ് പ്ലസ് ജി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എഫ് പ്ലസ് ജിയുടെ എല്ലാ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെയും ഇൻഫിമാണ്. ഇയാളൊരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ്. അതുകൊണ്ട് ഇൻഫിമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ അതിനകത്ത് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി എന്ന് ആധികാരികമായി പറയണമെങ്കിൽ നമുക്ക് ഈ നോം എഫ് മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആ ഭാഗമാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. ദെൻ അടുത്ത ഭാഗം വളരെ എളുപ്പമാണ്. ഇനി അതായത് പോസിറ്റീവ് ഹോമോജിനിറ്റി തെളിയിക്കാനായിട്ട് അഥവാ ആൽഫ 0 ആണെങ്കിൽ അതിനർത്ഥം ആൽഫ എഫും 0 ആണെന്നാണ്. അപ്പൊ ആൽഫ എഫ് 0 ആണെങ്കിൽ അതിന്റെ എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത് 0 ആണ്. കാരണം എല്ലാ സീറോ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സും അതിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആയിട്ട് വരും. അപ്പൊ അതിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 0 ആയിരിക്കും. അപ്പൊ മോഡ് ആൽഫന്റെ നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം മോഡ് ആൽഫ എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ആൽഫ ഈക്വൽ ടു 0 ആകുമ്പോൾ പോസിറ്റീവ് ഹോമോജിനിറ്റി ഉണ്ട്. അഥവാ ആൽഫ 0 അല്ല എന്ന് കരുതുക. ഇപ്പൊ നോം ആൽഫ എഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം ഇൻഫിമം ഓഫ് എസെൻഷ്യൽ അപ്പർ ബൗണ്ട്സ് ഫോർ ആൽഫ എഫ് എന്നാണ്. ഇൻഫിമം ഓഫ് എം where m is an essential upper bound for alpha f. അതായത് ഇൻഫിമം ഓഫ് എം സച്ച് ദാറ്റ് എം ആൽഫ എഫിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഡ് ആൽഫ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ. അതായത് ഇൻഫിമം ഓഫ് എം, ഈ മോഡ് ആൽഫ എഫിനെ നമുക്ക് മോഡ് ആൽഫ ഇൻറ്റു മോഡ് എഫ് എന്ന് എഴുതാം. ആ മോഡ് ആൽഫ എഫിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ആൽഫ 0 എന്നല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ബൈ മോഡ് ആൽഫ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്ന് കിട്ടും. അടുത്തതിൽ നമ്മളൊന്ന് പലപ്പോഴും നമ്മൾ പല പ്രോബ്ലങ്ങളിലും ചെയ്തിട്ടുള്ള പോലെ ഈ എമ്മിന് പകരം മോഡ് ആൽഫ ബൈ മോഡ് ആൽഫ ഇൻറ്റു എം എഴുതുന്നു. ബാക്കിയല്ല അതുപോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഈ എം ബൈ മോഡ് ആൽഫയെ എം ഡാഷ് എന്ന് വിളിക്കുന്നു. ഇൻഫിമം ഓഫ് മോഡ് ആൽഫ ഇൻറ്റു എം ഡാഷ് സച്ച് ദാറ്റ് മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഡാഷ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ. ഇനി ഈ ഇൻഫിമം എടുക്കുമ്പോൾ ഇൻഫിമം ഈസ് ടേക്കൺ ഓവർ ഓൾ എം ഡാഷ്. അതിനകത്ത് മോഡ് ആൽഫയ്ക്ക് റോൾ ഒന്നുമില്ല. സോ മോഡ് ആൽഫ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ മോഡ് ആൽഫ ഇൻറ്റു ഇൻഫിമം of m dash such that mod f less than or equal to m dash almost everywhere on. Infimum of m dash such that mod f less than or equal to m dash almost everywhere on എന്ന് പറയുന്നതാണ് നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. എഫിന്റെ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമം തന്നെയാണ് ഇതിന്റെ മീനിങ്. നമുക്ക് നോം ആൽഫ എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മോഡ് ആൽഫ ഇൻറ്റു നോം എഫ് ഇൻഫിനിറ്റി എന്ന്. ദെൻ എസെൻഷ്യൽ സുപ്രീമം തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം നോൺ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഇൻഫിമത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി അഥവാ നോം എഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ഈ 0 എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് എന്നുള്ളതാണ്. നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0. ഈ നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഫോർ എഫ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻഫിനിറ്റി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്ന് കിട്ടും. അതായത് മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞാൽ മോഡ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്നാണ്.
അതായത് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എന്ന് കിട്ടും. അതായത് നേരത്തെ ചെയ്ത പോലെ ഈക്വലൻസ് ക്ലാസ് എഫ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് 0 എന്ന് കിട്ടും. That shows that this is a norm on L infinity A, and you get that L infinity is an example of a norm linear. അപ്പൊ L1E-യും L infinity E-യും ലീനിയർ സ്പേസസ് മാത്രമല്ല, അവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു നോം കൂടി ഡിഫൈൻ ചെയ്ത് അവയെ നോംഡ് ലീനിയർ സ്പേസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. L1E-യിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത നോം ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ എന്നായിരുന്നു. L infinity E-യിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എസെൻഷ്യൽ സുപ്രീമം ഓഫ് എഫ് എന്നതായിരുന്നു. എന്തായിരുന്നു എസെൻഷ്യൽ സുപ്രീമം എന്ന് പറഞ്ഞാൽ? എസെൻഷ്യൽ സുപ്രീമം എന്ന് പറഞ്ഞാൽ ഇൻഫിമം ഓഫ് ഓൾ എസെൻഷ്യൽ അപ്പർ ബൗണ്ട്സ് ഓഫ് എഫ് എന്നുള്ളതാണ്. Is that okay? Okay, sir. Then we have few more examples. അതിന്റെ കംപ്ലീറ്റ് പ്രൂഫ് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. CAB എന്നുള്ള ഉദ്ദേശിക്കുന്നത് the set of all continuous real valued functions defined on closed interval AB എന്നുള്ള. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ AB എന്ന് പറയുന്നത് ഒരു ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ ആണെന്ന് കരുതുക. CAB be the set of all continuous real valued functions on closed bounded interval AB. ഈ CAB എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. അത് നിങ്ങൾ ലീനിയർ ഓൾജിബ്രയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ. ദാറ്റ് ഈസ് എ ലീനിയർ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു ദ അഡീഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഫംഗ്ഷൻ ബൈ എ സ്കെലാർ. എന്നിട്ട് നമ്മൾ F belongs to CAB, you define norm F max as maximum of അല്ലെങ്കിൽ supremum of mod f of x taken over all x belongs to closed interval AB. നമുക്കറിയാം any continuous function defined on a closed bounded interval attains a maximum. അതുകൊണ്ട് അത് വെൽ ഡിഫൈൻഡ് ആണ്. ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷനും ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനും മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ആ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ നോം എഫ് മാക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ ഹാസ് എ മാക്സിമം വാല്യൂ. അതുകൊണ്ട് നോം മാക്സ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. ആൻഡ് യു ക്യാൻ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഫാക്ട് എ നോം ഓൺ CAB. You can very easily verify that. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ഒക്കെ ഇങ്ങനെ വെരിഫൈ ചെയ്താൽ മതി കേട്ടോ. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി വെരിഫൈ ചെയ്യാനായിട്ട് നമുക്കറിയാം മോഡ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി ആണ്. ഈ മോഡ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് മാക്സ് ആണ്. മോഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി മാക്സ് ആണ്. ഇങ്ങനെ എഴുതാം. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് മോഡ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് ഈ മോഡ് എഫിനേക്കാൾ വലുതാണ് നോം എഫ് മാക്സ്. കാരണം നോം എഫ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എഫ് ഓഫ് എക്സിന്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോ മോഡ് എഫ് ഓഫ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്നൊക്കെ എഴുതാട്ടോ. അങ്ങനെ രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് അതുപോലെ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി മാക്സ്. അപ്പോ ഏത് എക്സ് എടുത്താലും മോഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കുറെ കൂടി പ്രിസൈസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. രണ്ടും ഒന്ന് തന്നെ. അതായത് മോഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്, അതായത് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ ഏത് എലമെന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രകാരം ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് എക്സ് പ്ലസ് മോഡ് ജി എക്സ്. ഈ മോഡ് എഫ് എക്സിന്റെ മോഡ് എഫ് എക്സുകളുടെ മാക്സിമം ആണ് എന്ത്? നോം എഫ് മാക്സ്. അപ്പൊ മോഡ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് മാക്സ് പ്ലസ് മോഡ് ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമിലർലി നോം ജി മാക്സ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഏത് എക്സ് ബിലോങ്സ് ടു എ ബി എടുത്താലും
mod f plus g of x is less than or equal to some fixed number. So that implies maximum of mod f plus g of x taken over all x belongs to AB. Maximum, supremum, ella onnu thanne, is less than or equal to this fixed number norm f max plus norm g max. And what is this left side? This left side is nothing but norm f plus g max. That is less than or equal to norm f max plus norm g. അങ്ങനെയാണ് അതിന്റെ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യുക. Is that okay? Okay, sir. അതുപോലെ ബാക്കിയുള്ള പോസിറ്റീവ് ഹോമോജിനിറ്റിയും അതുപോലെ നോൺ നെഗറ്റിവിറ്റിയും ഒക്കെ വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ L1 കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളേ ആവില്ല, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനെ മാക്സിമം നോം എന്നാണ് വിളിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോംഡ് ലീനിയർ സ്പേസിന് എക്സാമ്പിൾ ആണ് ഈ CAB എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സസൈസ് ഫോർ യു. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നമ്മൾ ഈ സ്പേസുകളെല്ലാം എസ്പെഷ്യലി CAB അതുപോലെ ഈ പറയാൻ പോകുന്ന L1 സ്മോൾ L1 എന്ന് പറയുന്ന സ്പേസ് ഒക്കെ ഫംഗ്ഷണൽ അനാലിസിസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ഇപ്പോഴേ ചെയ്തു വെക്കണം. ഫംഗ്ഷണൽ അനാലിസിസിലോ നമ്മൾ ഇനി അത് തുടർന്ന് ഇത് നോം ആണെന്നൊന്നും തെളിയിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതൊരു നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അത് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാൻ വേണം. മറ്റൊരു അവസരത്തേക്ക് മാറ്റി വെക്കാൻ നമുക്ക് പറ്റില്ല. സോ CAB എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണ് എന്ന് കണ്ടു. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് നോംഡ് ലീനിയർ സ്പേസ് സ്മോൾ L1. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ L1E ആണല്ലോ കണ്ടത്. ഇത് സ്മോൾ L1 കുറെ കൂടി ഈസിയാണ് കേട്ടോ. അതായത് ജനറലി നമുക്ക് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ലെസ് ദാൻ ഇൻഫിനിറ്റി ആകുമ്പോൾ ക്യാപിറ്റൽ LP സ്പേസുകൾ ഡിഫൈൻ ചെയ്ത പോലെ സ്മോൾ LP സ്പേസുകൾ ഡിഫൈൻ ചെയ്യാം. ക്യാപിറ്റൽ LP സ്പേസിലെ എലമെന്റ്സ് ഫംഗ്ഷൻസിന്റെ ഈക്വലൻസ് ക്ലാസുകളായിരുന്നു. മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഈക്വലൻസ് ക്ലാസുകളുടെ അടങ്ങുന്ന സെറ്റ് ഒക്കെ ആയിട്ടാണ് ക്യാപിറ്റൽ LP. അത്തരം കോംപ്ലിക്കേഷൻ ഒന്നും ഇവിടെ ഇല്ല. സ്മോൾ LPയിൽ കുറെ കൂടി സിംപിളർ ആണ്. സ്മോൾ LP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എലമെന്റ് ഒരു സീക്വൻസ് ആണ്. A1 A2 A3 എക്സെട്ര. എല്ലാ സീക്വൻസും ഉണ്ടോ? ഇല്ല. P സമ്മബിൾ ആയിട്ടുള്ള സീക്വൻസ്. അതായത് ക്യാപിറ്റൽ LP സ്പേസിൽ നമ്മൾ മോഡ് f പവർ p എന്ന് പറയുന്നത് ഇന്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണല്ലോ എടുത്തത്. ഇവിടെ അതുപോലെ മോഡ് AK പവർ p എന്ന് പറയുന്നത് സമ്മബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവേർജന്റ് ആയിട്ടുള്ള ഇത്തരം സീക്വൻസുകളെ P സമ്മബിൾ സീക്വൻസസ് എന്നാണ് പറയുക. A1 A2 A3 എക്സെട്ര എന്ന് പറയുന്നത് സ്മോൾ LP എന്ന് പറയുന്ന സ്പേസിൽ ഉണ്ടാവണമെങ്കിൽ സിഗ്മ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡ് AK പവർ p എന്ന് പറയുന്നത് ഒരു കൺവേർജന്റ് സീരീസ് ആയിരിക്കും. അതാണ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സിഗ്മ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡ് AK പവർ p ഒരു കൺവേർജന്റ് സീരീസ്. ഇത് നമ്മൾ ക്യാപിറ്റൽ LP സ്പേസ് ലീനിയർ സ്പേസ് ആണെന്ന് തെളിയിച്ച പോലെ തന്നെ സ്മോൾ LP എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് ആണെന്ന് തെളിയിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ടാവും. കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ് എടുത്തു കഴിഞ്ഞാൽ സീക്വൻസസ് തമ്മിലുള്ള അഡീഷനും സ്കെയിലാർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെക്ടർ സ്പേസ് ആണ്. അപ്പൊ കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്യാപിറ്റൽ LP സ്പേസിന്റെ ഡിസ്കഷനിലെ സ്ക്രിപ്റ്റ് എഫിന്റെ ഒരു സമാനമായിട്ടുള്ള റോള് നിർവഹിക്കുക. സ്ക്രിപ്റ്റ് എഫിന് പകരം കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ്. ആ കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസിന്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും ഈ സ്മോൾ LP സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ LP ലീനിയർ സ്പേസ് ആണെന്ന് തെളിയിക്കാൻ എക്സും വൈയും LPയിൽ ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ LPയിൽ ഉണ്ടെന്നും ആൽഫ എക്സ് LPയിൽ ഉണ്ടെന്നും തെളിയിച്ചാൽ മതി. ഈ ക്യാപിറ്റൽ LP സ്പേസ് തെളിയിച്ച പോലെ തന്നെ. അപ്പൊ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫൈ ചെയ്യേണ്ടതാണ്, ചെയ്യാവുന്നതാണെന്നല്ല, ചെയ്യേണ്ടതാണ്. കുറെ കൂടി ഒരു ക്ലാരിറ്റി വരും ഈ കാര്യങ്ങൾക്ക്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ L1 LPകളെല്ലാം ലീനിയർ സ്പേസ് ആണ്. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ റിയൽ സീക്വൻസസ് സച്ച് ദാറ്റ് സിഗ്മ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡ് AK ഈസ് ഫൈനൈറ്റ്. അതായത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിട്ടുള്ള റിയൽ സീക്വൻസസ് ഉൾപ്പെടുന്ന അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ്. കറസ്പോണ്ടിങ് സീക്വൻസിന് ഉൾപ്പെടുന്ന സ്പേസിനെയാണ് നമ്മൾ L1 എന്ന് വിളിക്കുന്നത്. സിഗ്മ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡ് AK ഫൈനൈറ്റ് ആവും. എന്നിട്ട് നോം A, അതായത് A1 A2 A3 എക്സെട്രയെ നമ്മൾ എന്ന് വിളിച്ചാൽ നോം A, നോം 1
എ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സിഗ്മ കെ ഈക്വൽ ടു 1 to infinity mod AK, അതായത് ഈ അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആയിട്ടുള്ള സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിന്റെ സം. അങ്ങനെയാണെങ്കിൽ ഇതൊരു നോം ആണ് എന്നാണ്. അത് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയും പോസിറ്റീവ് ഹോമോജിനിറ്റിയും അതുപോലെ നോൺ നെഗറ്റിവിറ്റിയും ഒക്കെ വെരിഫൈ ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഗുഡ് എക്സസൈസ്. ചെയ്ത് നോക്കി കഴിയുമ്പോൾ അത് L1 ഒരു നോം ആണെന്ന് കിട്ടും. അതുകൊണ്ട് L1 ഒരു നോംഡ് ലീനിയർ, ഇതൊരു നോം ആണെന്ന് കിട്ടും. അതുകൊണ്ട് L1 ഒരു നോംഡ് ലീനിയർ സ്പേസ്. ദാറ്റ് ഈസ് അനദർ എക്സസൈസ് ഫോർ യു. അപ്പൊ CABയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ മാക്സിനോം എന്ന് പറയുന്നത് ഒരു നോം ആണെന്ന് തെളിയിക്കണം. അതുപോലെ L1ൽ നമ്മൾ ഈ ഡിഫൈൻ ചെയ്യുന്നത് ഒരു നോം ആണെന്ന് തെളിയിക്കണം. അതുപോലെ LPകളെല്ലാം തന്നെ 1 less than or equal to p less than infinity ആവുമ്പോൾ LPകൾ ലീനിയർ സ്പേസ് ആണെന്ന് തെളിയിക്കണം. അനദർ എക്സസൈസ് ദാറ്റ് ഈസ് L ഇൻഫിനിറ്റി. ക്യാപിറ്റൽ L ഇൻഫിനിറ്റി പറഞ്ഞ പോലെ സ്മോൾ L ഇൻഫിനിറ്റി. സ്മോൾ L ഇൻഫിനിറ്റിയിലെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ഇൻഫിനിറ്റിയിൽ നമ്മൾ പറഞ്ഞത് എസെൻഷ്യലി ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഈക്വലൻസ് ക്ലാസസ് അടങ്ങുന്ന സെറ്റ്. സ്മോൾ L ഇൻഫിനിറ്റിയിൽ അത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കളക്ഷൻ ഓഫ് ഓൾ റിയൽ ബൗണ്ടഡ് സീക്വൻസസ്, ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസസ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ ക്യാപിറ്റൽ L ഇൻഫിനിറ്റി ഒരു ലീനിയർ സ്പേസ് ആണ്. അത് നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. നോക്കൂ, കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ് എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ സബ്സ്പേസസ് ആയിട്ട് ഈ L1നെയും LPകളെ എല്ലാം മനസ്സിലാക്കുക. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ മെഷറബിൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് വിച്ച് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ, അതിനെയാണല്ലോ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് വിളിച്ചത്. ആ സ്ക്രിപ്റ്റ് ആദ്യം വെക്ടർ സ്പേസ് ആണെന്ന് തെളിയിക്കുകയാണല്ലോ നമ്മൾ ചെയ്തത്. എന്നിട്ട് ഈ ക്യാപിറ്റൽ LP സ്പേസുകളെല്ലാം ഫോർ 1 less than or equal to p less than or equal to infinity അതിന്റെ സബ്സ്പേസസ് ആണെന്ന് തെളിയിക്കുന്നതിന്റെ ഫലമായിട്ടാണല്ലോ ക്യാപിറ്റൽ LP സ്പേസുകളെല്ലാം ലീനിയർ സ്പേസസ് ആണെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ടാണല്ലോ ക്യാപിറ്റൽ L1ലും ക്യാപിറ്റൽ L ഇൻഫിനിറ്റിയിലും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള നോം ഒക്കെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ നോമുകളെല്ലാം ഡിഫൈൻ ചെയ്ത് അതിന്റെ ഫലമായിട്ട് ക്യാപിറ്റൽ L1യും അതുപോലെ ക്യാപിറ്റൽ L ഇൻഫിനിറ്റിയും നമുക്ക് നോംഡ് ലീനിയർ സ്പേസസ് ആണെന്ന് കിട്ടി. അതിന് സമാനമായിട്ടാണ് ഇവിടെ നമ്മൾ സ്മോൾ LP സ്പേസസ് എല്ലാം തന്നെ ദ വെക്ടർ സ്പേസ് ഓഫ് ഓൾ സീക്വൻസസിന്റെ സബ്സ്പേസസ് ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് സ്മോൾ L1ലും സ്മോൾ L ഇൻഫിനിറ്റിയിലും നമ്മൾ നോമുകൾ ഡിഫൈൻ ചെയ്യുക. അത് എങ്ങനെയാണ് L ഇൻഫിനിറ്റിയിലെ നോം ഡിഫൈൻ ചെയ്യുന്നത്? ഫോർ A equal to A1 A2 A3 etc. നമ്മൾ നോം A എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് മോഡ് AK, അതായത് സുപ്രീമം ഓഫ് മോഡ് A1 മോഡ് A2 മോഡ് A3 etc. ആ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ബൗണ്ടഡ് സീക്വൻസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഈ സുപ്രീമം മോഡ് AK, അതായത് മോഡ് AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ഫോർ എവരി K ആയിരിക്കും. ദെർ വിൽ ബി സച്ച് ആൻ M. അതാണല്ലോ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും ആ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഡെഫിനിഷനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് ദാറ്റ് വിൽ ബി എ നോം ഓൺ L ഇൻഫിനിറ്റി. അതുകൊണ്ട് L ഇൻഫിനിറ്റി ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.